വളരുന്ന കേരളത്തിന്റെ മാറ്റങ്ങൾ അതിവേഗം ഉൾക്കൊള്ളുന്ന ഇടം, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം, ജുഡീഷ്യൽ തലസ്ഥാനം, മെട്രോ നഗരം, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. എറണാകുളത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എറണാകുളത്തെ ഒരേ ഒരു രീതിയിൽ മാത്രമേ വിശേഷിപ്പിക്കാനാകൂ: കോൺഗ്രസിനെ നെഞ്ചേറ്റുന്ന മണ്ഡലം എന്ന പേരിൽ. കാരണം 1952 പ്രഥമ തെരഞ്ഞെടുപ്പിൽ തിരുക്കൊച്ചിയുടെ ഭാഗമായി നിന്നപ്പോൾ ഉൾപ്പെടെ ഇതുവരെ നടന്ന 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 തവണയൊഴികെ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എറണാകുളം പാർലമെന്റിലേക്ക് വിജയിച്ചത്. ഇതിനിടയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായിട്ടുണ്ട്. 2 തവണയും സെബാസ്റ്റ്യൻ പോളായിരുന്നു വിജയി. കടുത്ത UDF കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ച സമയത്തും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് കളികളുമാണ് മണ്ഡലം കൈവിട്ടുപോയ ചുരുക്കം ചില അവസരങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോഴെല്ലാം വൻ ഭൂരിപക്ഷം നൽകിയാണ് എറണാകുളത്തുകാർ അവരെ ജയിപ്പിച്ചു വിട്ടത്. സിറ്റിംഗ് എംപിമാർക്കെല്ലാം സീറ്റ് നൽകണമെന്ന തീരുമാനം ഇക്കുറി ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന മണ്ഡലമായിരുന്നേനെ എറണാകുളം. കാരണം ഹൈവേയെ മാറ്റി നിർത്തിയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തതും ഏതൊരാവശ്യത്തിനും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും യുവാക്കളെ ഉൾപ്പെടെ ആകർഷിക്കാനുമുള്ള കഴിവും ഹൈവേയെ മുന്നിലെത്തിക്കുന്നു. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈവേ വോട്ട് തേടുന്നത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡിന്റെ 1000 കോടിയുടെ പദ്ധതികളും ഒക്കെ നേട്ടമായി ഹൈവേ ഉയർത്തിക്കാട്ടുന്നു. രാജ്യത്തെ ആദ്യത്തെ വൈഫൈ പാർക്കായ ക്വീൻസ് വാക്വേയാക്കി മറൈൻ ഡ്രൈവിനെ മാറ്റിയതും ഹൈവേയുടെ നേട്ടങ്ങളിൽ ചിലതാണ്. സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ലത്തീൻ സമുദായാംഗവും അധ്യാപികയുമായ KJ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ CPM മൂർച്ചയുള്ള ഒരു കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ കാട്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ കണക്കുകൂട്ടിയുള്ള നീക്കം. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എന്നതും ഇതിനു മുൻപ് സമീപകാലത്ത് കോൺഗ്രസ് വിറച്ചത് സിന്ധു ജോയ് എന്ന വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോഴായിരുന്നു എന്നതും ഷൈന്റെ സ്ഥാനാർത്ഥിത്വത്തിനൊപ്പം ചേർത്ത് വായിക്കണം. തൃപ്പൂണിത്തുറയിലും പറവൂരും വ്യക്തമായ സ്വാധീനമുള്ള BJP ഇത്തവണ വോട്ട് വിഹിതം 1.5 ലക്ഷത്തിനപ്പുറം കടത്തണമെന്ന ലക്ഷ്യത്തോടെ PSD മുൻ ചെയർമാൻ കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലം പിടിച്ചു ഞെട്ടിക്കാമെന്ന പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും BDJSന് കൂടുതൽ സ്വാധീനത്തോടെ വോട്ട് വിഹിതം 2 ലക്ഷത്തിനടുത്ത് എത്തിക്കാൻ കഴിഞ്ഞാൽ BJPക്ക് അത് വലിയ നേട്ടം തന്നെയാകും. സംസ്ഥാനത്തെ വികസന മാറ്റങ്ങൾ അതിവേഗം പ്രതിഫലിക്കുന്ന, മെട്രോ വേഗതയിൽ കുതിക്കുന്ന സ്മാർട്ട് സിറ്റിയായ എറണാകുളത്ത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാകും ചർച്ചയാവുക. MPയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്ത് ജനം വിധി എഴുതുമ്പോൾ ജൂൺ 4-ന് ആര് എറണാകുളം നീന്തിക്കയറുമെന്ന് കണ്ടറിയണം.